ഹായ് ഫ്രണ്ട്സ്, മഴതോൽ മുംബൈ സീരിയൽ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രോഹത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ബാലചന്ദ്രൻ. ഇതൊരു വലിയ നാണക്കേടായി മാറിയോണ്ട് തന്നെ കൃഷ്ണയ്ക്കും ഭവതിക്കും ഒന്നും കോളേജിലും സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ അനിലിനോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം മോളെ, മക്കളെ നല്ല രീതിക്ക് വളർത്താൻ പറ്റാത്ത ഒരു അച്ഛനായി പോയില്ല ഞാൻ. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ, മക്കളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ വേദനയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ, ഞാൻ ജയിലിൽ പോയി രോഹിതനെ കണ്ടിരുന്നു, അവനെ പുറത്തിറക്കാൻ നോക്കണ്ടെന്ന് അവൻ പറഞ്ഞത്. ഇനി ജീവിക്കാൻ അവന് താല്പര്യമില്ലത്രേ, ജയിലിൽ തന്നെ കിടക്കാനാ അവന്റെ തീരുമാനം. പുറത്തിറങ്ങിയാലും എല്ലാവരെയും ഫേസ് ചെയ്യാൻ അവന് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന്. ഇനി പുറത്തിറങ്ങിയാലും അവന് നല്ലൊരു ഭാവി ഉണ്ടാവുമോ, അവന്റെ ജീവിതം തീർന്നില്ലേ എന്നും പറഞ്ഞു തന്നെ ബാലചന്ദ്രൻ അലീനയ്ക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛൻ വിഷമിക്കാതിരിക്കുക അച്ഛാ, രോഹിത് എൻ്റെ അനിയനാ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. അവൻ നിരപരാധിയാണെങ്കിൽ അവനെ നമുക്ക് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ വീട് പഴയ പോലെ തന്നെ സന്തോഷമുള്ളതാക്കി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും ബാലചന്ദ്രന് ഒരു ആശ്വാസം ആയിക്കട്ടെ എന്നോർത്താണ് അലീന അങ്ങനെയൊക്കെ പറയുന്നതും. തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അലീന ഇങ്ങനെ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കില്ല മോളെ, ഇത് ചെറിയ കേസൊന്നും അല്ല, വലിയ വക്കീലന്മാർക്ക് പോലും ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നല്ലേ മോളെ പോലെ ഒരു പെൺകുട്ടി വിചാരിച്ചാ അവനെ പുറത്തിറക്കാൻ പറ്റുമോ? അതൊരിക്കലും നടക്കില്ല മോളെ, വെറുതെ ഇതിന്റെ പിന്നാലെ നടന്ന് മുഷിയാന്നല്ലാതെ അതുകൊണ്ട് വേറെ ഒരു പ്രയോജനം ഇല്ലാന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛാ രോഹിത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ തെളിയിച്ചാൽ പോരെ, അപ്പൊ അവൻ നിരപരാധിയാണെന്ന് കോടതി തന്നെ പറയുമല്ലോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം നമുക്ക് വേറെ എന്ത് വേണോ അച്ഛാ, അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്താ മോളെ ചെയ്യാൻ പോകുന്നതെന്ന്. പുറത്തിറങ്ങിയ ആൾക്കാരുടെ ഒരു പരിഹാസ നോട്ടവും കുറ്റപ്പെടുത്തലുകളും അല്ലാതെ നമ്മളെ ആരെ സഹായിക്കാനാ എന്നിങ്ങനെ ചോദിക്കാട്ടോ ബാലേന്ദ്രൻ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ വച്ചാ, അത് ആ പീഡനത്തിനിരയായ പെൺകുട്ടിയാണ്. അവക്കറിയാമല്ലോ അവളെ ആരെയൊക്കെ ഉപദ്രവിച്ചെന്നുള്ളത്. പിന്നെ രോഹിത് നിരപരാധിയാണെന്നും കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെയുള്ളത് ഞാൻ തന്നെ പോയി പറഞ്ഞു നോക്കാം, ആ പെൺകുട്ടി പറഞ്ഞാൽ കോടതി അത് അംഗീകരിക്കുകയല്ലെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അതൊക്കെ നടക്കുവോ മോളെ, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നമ്മളെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല, ആ പെൺകുട്ടി എന്തൊക്കെ പറയുമെന്ന് പോലും അറിയില്ല, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടേ മോളെ. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ ആര് സമ്മതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അലീന ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. ജയിലിൽ പോയി അവന്റെ ഭാഗത്ത് സംസാരിച്ചപ്പോഴും അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അവൻ തീർത്തു പറയുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ നിരപരാധിയാണെങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. രോഹത്തിനെ ഒരു കുഴപ്പവും കൂടാതെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നൊക്കെ അലീന വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അലീന നേരെ ശരണ്യയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ശരണ്യയുടെ വീട്ടുകാര് അലീന അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവളെ ആട്ടിപ്പായിക്കുകയായിരുന്നു. അവളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. അലീന അവരോട് കുറേ സംസാരിച്ച് നോക്കിയെങ്കിലും അലീനയുടെ ആവശ്യം അവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് പരാതിപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവര് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാലും അലീന പിറ്റേ ദിവസവും ശരണ്യെ കാണാനായിട്ട് പോകുന്നുണ്ട്. അലീന വീണ്ടും കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ വല്ലാണ്ട് വയലന്റ് ആവുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ പോലീസിനെ അറിയിക്കും, ഇനി മേലെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ, നിങ്ങളുടെ വീട്ടിലെ പയ്യനാ എന്റെ മോളോട് ഈ ക്രൂരതയൊക്കെ ചെയ്തത്, ഞങ്ങളെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മോളുടെ ജീവിതമായി ഇല്ലാതായേ, ഞങ്ങൾ ഒരിക്കലും കേസ് പിൻവലിക്കില്ല. എന്റെ മോളെ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച 4 പേരും ജയിലിൽ തന്നെ കിടക്കേണ്ടവരാ, അവരൊരിക്കലും പുറത്ത് വരരുത്, അവർ പുറത്തു വന്നാൽ അത് ഞങ്ങളുടെ മോളോട് കാണിക്കുന്ന നീതികേടാകും, ഇതിനെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശരണ്യയുടെ അച്ഛനും അമ്മയും നല്ല ദേഷ്യത്തിലാണ്. കാശുള്ള വീട്ടിലെ പയ്യന്മാരാന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കരുത്, പാവപ്പെട്ടവർക്കൊന്നും ഈ നാട്ടിൽ ജീവിക്കണ്ടേ. പാവം എൻ്റെ മോളെ സ്നേഹം നടിച്ച അവന്മാർ എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചത്, അവളുടെ ഭാവി ഇനി എന്താകും, അവൾക്ക് മര്യാദയ്ക്ക് ഒരു ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ അവര് വല്ലാണ്ട് ആകുലപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അലീന സമാധാനത്തോടെ തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, ഞാൻ ആ വീട്ടിലെ വേലക്കാരിയാണ്, ഞാൻ ആ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഞാൻ ഓർഫനേജിലാണ് വളർന്നതും, എനിക്ക് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാകും, പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കൂ, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത്, അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല, അവൻ ആ കുട്ടിയെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു മയക്കി അവനെ അവിടെ കൊണ്ട് എത്തിക്കുകയായിരുന്നു, ശരിക്കും അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഒരു ധൈര്യം ഇല്ലാത്തവനാ. പോലീസുകാരുടെ മുമ്പിൽ അവൻ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ അവൻ പറഞ്ഞു. പക്ഷേ കേസ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അവൻ അതൊന്നും മുഖവിലേക്ക് പോലും എടുത്തില്ല, അവനെ നേരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പ്ലീസ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതാണ് സത്യം, രോഹിത് ആ കുട്ടിയെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല,
ഹരിയും ഹരിയുടെ ഫ്രണ്ട്സുമാണ് ശരണ്യോട് ഈ ക്രൂരതയൊക്കെ കാണിച്ചത്. നിരപരാധിയായ ഒരു പയ്യനെ ജയിലിലിട്ട അവന്റെ ഭാവി ഇല്ലാതാക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മയും അച്ഛനൊക്കെ ഒരു മയത്തിലായിട്ടുണ്ടായിരുന്നു. അവർ ശരണ്യെ കാണാൻ അനുവദിക്കുകയാണ് അലീനയെ. അലീന നേരെ ശരണ്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ശരണ്യ വല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് അലീനയ്ക്കും വല്ലാണ്ട് സങ്കടമാവുന്നുണ്ടായിരുന്നു. മോളെ ശരണ്യെ, നിന്റെ ജീവിതം തകർന്നിട്ടില്ല. പഠിച്ച് നല്ല ജോലി മേടിച്ച് നീ എല്ലാവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണം. ഞാൻ നിന്നെ സ്വന്തം അനിയത്തിയെ പോലെയാ കാണുന്നത്. അവൾക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ തന്നെ ചേർത്ത് പിടിച്ച് തന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അലീനയോട് അവൾക്ക് വല്ലാത്തൊരു അനുകമ്പ തോന്നി. ശരണ്യ അലീനയെ വിശ്വസിക്കുകയും അവളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന തന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് കാണിച്ചത് അലീന ചേച്ചിയാണ്. തന്റെ ജീവിതം അവസാനിച്ചു, തനിക്ക് ഇനിയൊരു ജീവിതമില്ല, താൻ എല്ലാവരുടെ മുമ്പിൽ മോശമാക്കപ്പെട്ടവളായി, ക്രൂര പീഡനത്തിന്റെ ഇരയായവളായി എന്നൊക്കെയാണ് നമ്മുടെ ശരണ്യ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്താണ് അലീനയുടെ ഈ ഒരു സ്നേഹസ്പർശം അവളെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ അലീനയോട് ആ ഒരു നന്ദി അവൾ കാണിക്കുന്നുമുണ്ട്. അവൾക്ക് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അലീനയോടൊരു വിശ്വാസവും ഒരു സ്നേഹമൊക്കെ തോന്നുകയാണ്. എന്നിട്ട് അലീന അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരണ്യോട് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നും മോൾ ആരെയൊക്കെ തിരിച്ചറിഞ്ഞുവെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കുടിച്ചോണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആരെയും വലിയ വ്യക്തതയില്ലായിരുന്നു ചേച്ചി. ഹരിയും ഹരിയുടെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ വേറൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന പറയുന്നുണ്ട്, മോളെ, നെടുമ്പുരക്കൽ ബാലചന്ദ്രന്റെ മകനായ രോഹിത്തും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ രോഹിത്തിനെ അന്ന് അവർ അവിടെ കൊണ്ട് എത്തിച്ചതാണ്. മോളെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, മോളെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. അവനെ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടെ നിർബന്ധിച്ചാണ് അങ്ങോട്ടേക്ക് വരുത്തിച്ചത്. അവനന്ന് മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും മോളോട് കാണിക്കുന്ന ചതികളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവൻ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ മോളെ ഉപദ്രവിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. അവനത് തുറന്നു പറയുകയും ചെയ്തു എന്നൊക്കെ തന്നെ അലീന പറയുകയാണ് കേട്ടോ ശരണ്യയുടെ അടുത്ത്. ശരണ്യയ്ക്ക് അപ്പോഴേക്കും തന്നെ വല്ലാണ്ട് വിഷമാവുന്നുണ്ടായിരുന്നു. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചേച്ചി ഇതൊക്കെ പറഞ്ഞത്. എന്നെ സ്വന്തം ചേച്ചിയായിട്ട് മോള് കാണുന്നുണ്ടെങ്കിൽ മോള് കോടതിയിൽ ഹാജരാവണം. രോഹിത് നിരപരാധിയാണെന്നുള്ളത് എനിക്കും അറിയാം, മോക്കും അറിയാം. ഹരിശങ്കറും അവന്റെ കൂട്ടുകാരുമാണ് മോളെ ഉപദ്രവിച്ചതെന്ന് മാത്രം മോള് പറഞ്ഞാൽ മതി. രോഹിത് ഒരു പാവമാ മോളെ. ഹരിശങ്കർ അവനെ പെടുത്തിയതാണ്. ശരണ്യ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അവൻ എൻ്റെ അനിയനെ പോലെയാണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ട് അവൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കുട്ടികൾക്കാണെങ്കിലും അത് വല്ലാത്തൊരു നാണക്കേട് തന്നെ ഉണ്ടാക്കി. അവർ ഈ സംഭവത്തിന് ശേഷം കോളേജിലും സ്കൂളിലും പോയിട്ടേയില്ല. മോൾ എനിക്ക് വേണ്ടി മൊഴി മാറ്റി പറയണം. മോക്ക് മാത്രമേ രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. മനസ്സോടെ തന്നെ ശരണ്യ അതിനെ സമ്മതിക്കുന്നുണ്ട്. ശരി ചേച്ചി, ഞാൻ കോടതിയിൽ ഹാജരാകാം. രോഹിത്ത് നിരപരാധിയാണെന്ന് ഞാൻ അവരോട് പറയാം. എന്തായാലും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ചേച്ചിയല്ലേ, എന്നെ ആശ്വസിപ്പിച്ചത് ചേച്ചിയല്ലേ. ചേച്ചിക്ക് വേണ്ടി ഞാനിത് ചെയ്യാന്നൊക്കെ തന്നെ ശരണ്യ പറയുന്നുണ്ട്. ഈ കേസിൽ രോഹിത്തിനെതിരെയുള്ള കംപ്ലൈന്റ് ഞാൻ പിൻവലിക്കാം. അലീന പറയുന്നുണ്ട്, മോളെ എനിക്കിത് വാക്ക് തരണം, എങ്കിൽ മാത്രമേ ചേച്ചി ഇവിടുന്ന് പോവുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഹിത്തിൻ്റെ അച്ഛനോട് എനിക്ക് പറയണം രോഹിത്ത് നിരപരാധിയാണെന്നും രോഹിത്ത് എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നൊക്കെ എനിക്ക് പറയണം. ആ മനുഷ്യനൊരു പാവമാണ് മോളെ. ഇപ്പോൾ ആ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ മോളെ കാണാനും വന്നേ. അതുകൊണ്ട് മോൾ എനിക്ക് വാക്ക് തരണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ ചേച്ചിക്ക് വാക്ക് തരാം. രോഹിത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് ഞാൻ പിൻവലിച്ചോളാം എന്നൊക്കെ തന്നെ ശരണ്യ പറയുകയാണ്. അങ്ങനെ പിന്നീട് കോടതി കൂടിയപ്പോഴേക്കും കോടതിയിൽ വെച്ച് ശരണ്യ മൊഴി മാറ്റി പറയുകയാണ്. രോഹിത്തിന് ഇതിൽ പങ്കില്ല എന്ന് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട്. അധികം വൈകാതെ തന്നെ രോഹിത്തിനെ പോലീസുകാർ വിട്ടയക്കുന്നുമുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ രോഹിത്തിന് നല്ലൊരു സമ്മാനം ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ രോഹിത്തിന്റെ ചെകിടടിച്ച് പൊട്ടിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ആ ഹരിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കാൻ. എന്നിട്ട് നീ അത് കേട്ടോടാ. എൻ്റെ വാക്ക് ധിക്കരിച്ചത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ രോഹിത്തുമായിട്ട് കൂട്ടുകൂടരുത്, അവൻ വിളിക്കുന്നിടത്ത് പോകരുത്. അവൻ നിന്നെ കുടിക്കാൻ പഠിപ്പിക്കും, വലിക്കാൻ പഠിപ്പിക്കും, അവസാനം അവൻ നിന്നെ പെണ്ണ് പിടിക്കാൻ പഠിപ്പിക്കും, നിന്നെ ജയിലിൽ കയറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേടാ. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ഇപ്പോഴെങ്കിലും നിനക്ക് സമാധാനമായോ? ഇപ്പം നിനക്ക് മനസ്സിലായോ? ഈ കുടുംബത്തെ മുഴുവൻ നാണക്കേടിന്റെ വക്കിൽ കൊണ്ട് എത്തിച്ചപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായോടാ, നിനക്കിപ്പോൾ സന്തോഷമായോടാ എന്നൊക്കെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ രോഹത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാനും അമ്മയും മാത്രമല്ല, നിന്റെ സഹോദരിമാർക്ക് പോലും ഇപ്പം സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകാൻ പറ്റുന്നില്ല. ഇതിലും ഭേദം നീ ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതായിരുന്നടാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ. അപ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ പുറത്തിറക്കണ്ടെന്ന്.
ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ പുറത്തു കൊണ്ടുവന്നത്? ഞാൻ ആ ജയിലിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞല്ലേ. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഹരിയുടെ പ്ലാനായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല. ശരിയാ, അത് എൻ്റെ തെറ്റ് തന്നെയാ. അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് ചെന്ന് പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ അപമാനമൊക്കെ സഹിച്ച് ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നേ? എനിക്കിനി നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? ഞാൻ കാരണമല്ലേ എല്ലാവർക്കും നാണക്കേടായേ? നമ്മുടെ കുടുംബത്തെ നോക്കി നാട്ടുകാരെല്ലാം പരിഹസിക്കുന്നത് ഞാൻ കാരണമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ രോഹിത് അങ്ങ് പൊട്ടിക്കരയുകയാണ്. ഭവതിയും കൃഷ്ണമോളും രോഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രോഹത്തിനെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുകയാണ്. എന്തൊക്കെയാ രോഹിത്തേട്ടായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹരിയേട്ടൻ്റെ കൂടെ ഇല്ലെന്ന് അച്ഛനും അലീന ചേച്ചിയൊക്കെ എത്ര തവണ പറഞ്ഞതാ. എന്നിട്ടും അതൊന്നും കേൾക്കാതെ ചെന്ന് തലവെച്ച് കൊടുത്തില്ലേ? ഇപ്പൊ ഹരിയേട്ടൻ കാരണം ഏട്ടൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? ചേട്ടൻ ഈ കാണിച്ചു വെച്ചതൊക്കെ കാരണം ഞങ്ങൾക്കിപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്കിപ്പോൾ കോളേജിലും സ്കൂളിലും ഒന്നും പോകാൻ പറ്റുന്നില്ല. ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഏട്ടൻ കാരണം ഞങ്ങളുടെ ജീവിതം കൂടിയല്ലേ നശിച്ചത് എന്ന് പറയുമ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതെ തന്നെ ഇത് കേട്ട് നിൽക്കുകയാണ്. ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നുമില്ല. ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെയാണല്ലോ ബുദ്ധിമുട്ടായത്. അവർക്ക് പുറത്തിറങ്ങാനോ ആളുകളെ ഫേസ് ചെയ്യാനോ പറ്റുന്നില്ല. ഞാൻ കാരണം അവരെന്തിനാ അപമാനം സഹിച്ച് നിൽക്കുന്നേ? കുടുംബത്തിന് ഇത്രയും വലിയ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത് എന്തിനാ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ രോഹിത് റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. റൂമിൽ ചെന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന രോഹത്തിനെ കാണുമ്പോഴേക്കും അലീനയ്ക്കും ഒരു മനപ്രയാസം ആവുന്നുണ്ട്. ഇനി അവൻ വിഷമം കാരണം എന്തെങ്കിലും കടുങ്കൈ ചെയ്താലെന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അലീന രോഹത്തിനെ നോക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും രോഹത്ത് ഒരു ബ്ലേഡൊക്കെ എടുത്ത് അടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഏങ്ങനടിച്ചിരുന്ന് കരയുന്നുണ്ട്. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ അലീന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് രോഹത്തിൻ്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. ഇങ്ങനെ മരിക്കാനാണോടാ ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പുറത്തിറക്കിയത്? ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തു കൊണ്ടുവന്നത്? ഇത്രയും അപമാനം സഹിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിനു വേണ്ടിയിട്ടാണോടാ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അലീന രോഹത്തിൻ്റെ കർണത്തിൻ്റെ ഒരെണ്ണം പൊട്ടിക്കുകയാണ്. ഇനി ഇങ്ങനൊന്നും നീ ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കരുത്. അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ അവരിതൊക്കെ അറിഞ്ഞ് ആകെ തളർന്നിരിക്കുക. അതിൻ്റെ കൂടെ നീ ഇതുപോലുള്ള ഓരോന്നൊക്കെ കാണിച്ചു വെച്ചാൽ എന്താകും ഈ വീടിൻ്റെ അവസ്ഥ എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതെല്ലാം മറന്നു കളയണം. അത് ഓർത്തോണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും. ഇനിയെങ്കിലും നീ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് നന്നാകാൻ നോക്ക്. നന്നായി പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ നോക്ക്. ആ ഹരിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഇന്നത്തോടെ തന്നെ അവസാനിപ്പിച്ചോണം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ അലീന രോഹിത്തിനെ ഒന്ന് ഉപദേശിക്കുകയാണ്. അപ്പോഴും രോഹിത്ത് വല്ലാതെ സംശയത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും എന്നെ തള്ളി പറയുകയാണ് ചെയ്തത്. അച്ഛനും അമ്മയും ബന്ധുക്കാരും സ്വന്തക്കാരും ആരും തന്നെ എന്നെ പുറത്തിറക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. എന്തിനായിരുന്നു ഇതൊക്കെ? നീ മാത്രം എന്നോട് എന്തിനാ ഇത്ര അലിവ് കാണിക്കുന്നേ? എന്നോട് എന്തിനാ ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്നൊക്കെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും നിനക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മറ്റാർക്കും എന്നോട് തോന്നാത്ത ഒരനുകമ്പയും സ്നേഹവും ഒക്കെ നിനക്ക് മാത്രം എന്തിനാ? ഇങ്ങനെ സ്നേഹിച്ച് കൂടെ നിർത്താൻ മാത്രം ഞാൻ നിന്റെ സ്വന്തം അനിയനൊന്നും അല്ലല്ലോ. നീ ഇവിടെ വെറും വേലക്കാരിയായിട്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടും ഈ കുടുംബത്തെയും ഈ വീട്ടിലുള്ളവരെയൊക്കെ നീ എന്തിനാ ഇത്രമാത്രം സ്നേഹിക്കുന്നേ? അവരോടൊക്കെ നിനക്ക് എന്താ ഇത്ര കരുതലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ രോഹിത്ത്. എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ, ആർക്കും ഒരു ശല്യം ആകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ രോഹിത്ത്. അപ്പോഴേക്കും അലീനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. നിങ്ങൾ എൻ്റെ അനിയനും അനിയത്തിമാരുമാണ്. അതുകൊണ്ട് ആ ഒരു കണ്ണിലാണ് ഞാൻ കാണുന്നത്. എൻ്റെ അനിയനൊരു ആവശ്യം വന്നാൽ അവൻ ഒരു ചതിയിൽ പെട്ടു എന്നറിഞ്ഞാൽ അവനെ ഞാൻ സഹായിക്കണ്ടേ? അവനെ രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, എൻ്റെ കടമയല്ലേ? അത് ഞാൻ ചെയ്തേ ഉള്ളൂ. അത് മാത്രം നീ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഒരു കാര്യം നീ ഓർക്കണം രോഹിത്തെ, അച്ഛനും അമ്മയും ഒരിക്കലും സ്വന്തം മക്കളെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്ന ഇനിയെങ്കിലും കേട്ട് അനുസരിക്കണം. ഇനിയും അവരെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ കാരണം ഇപ്പം തന്നെ അച്ഛനും അമ്മയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനിയും ആ പാവങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അത് മനസ്സിലാക്കി വേണം ഇനി അങ്ങോട്ടേക്ക് എന്തും തീരുമാനിക്കാനെന്നൊക്കെ അലീന പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ആ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. ആരും കോളേജിലേക്കും സ്കൂളിലേക്കും ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്പിലെ കാര്യങ്ങളെല്ലാം തന്നെ ഗോവർദ്ധൻ തന്നെയാണ് കേട്ടോ നോക്കുന്നതും. ബാലചന്ദ്രൻ പൂർണ്ണമായിട്ട് റിക്കവറായി വരുന്നവരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗോവർദ്ധൻ തന്നെയായിരിക്കും. അങ്ങനെ രോഹിത്തിനോട് എല്ലാവരും ഒരു അകൽച്ച കാണിക്കുകയാണ്. ബാലചന്ദ്രൻ രോഹിത്തിനോട് സംസാരിക്കുക പോയിട്ട് നേരെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല. താൻ ഇതുപോലെ ഒരു ചതിക്ക് കൂട്ടുനിന്നല്ലോ എന്ന് ഓർത്തോണ്ട് തന്നെ ഭവതിയോടും കൃഷ്ണമോളോട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല രോഹിത്തിന്.
അവരും വലിയ മതിപ്പൊന്നും കാണിക്കുന്നില്ല കേട്ടോ രോഹിത്തിൻ്റെ അടുത്ത്. ഞങ്ങളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ചതിക്കാൻ കൂട്ടുനിന്നതിന് രോഹിത്തിനോട് അവർക്കും വല്ലാത്തൊരു ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ ഇതുപോലൊരു നാണക്കേട് വരുത്തി വെച്ചതും രോഹിയേട്ടൻ തന്നെയല്ലേ. ആ ഒരു വിഷമമൊക്കെ അവരുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരും വലിയ കാര്യമായിട്ട് രോഹിത്തിനോട് സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെയും ഏകയുള്ള ആശ്വാസം അലീന മാത്രമാണ് കേട്ടോ. അലീന മാത്രമാണ് രോഹിത്തിനോട് സംസാരിക്കുകയും രോഹിത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്. പതിയെ പതിയെ അലീനയുടെ മനസ്സിലെ നന്മയും സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് രോഹിത്ത് പതിയെ അലീനയിലേക്ക് അടുക്കാനും തുടങ്ങുകയാണ്. മിക്കപ്പോഴും സ്വന്തം ചേച്ചിയാണെന്നുള്ളൊരു പരിഗണനയൊക്കെ രോഹിത്തിൻ്റെ മനസ്സിൽ അലീനയോട് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു വഴക്കും ദേഷ്യമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ രോഹിത്ത് വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വൈജ അമ്മനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. രോഹിത്തിനെ കാണുമ്പോഴേക്കും വൈജ വല്ലാണ്ട് കലി തുള്ളുകയാണ്. നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഇത്രയും നാണക്കെടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നീ ഇനി എന്ത് കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രോഹിത്തിനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് വൈജ. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടി ആ കുട്ടിയെ ഉപദ്രവിച്ചത്. അന്ന് അവരെന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ അവരുടെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. സത്യം പറഞ്ഞാൽ ഞാനന്ന് വല്ലാണ്ട് പേടിച്ചു പോയി. ഞാനന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് എത്തുകയാണ് ചെയ്തത്. ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും ഒക്കെ എത്രത്തോളം മോശക്കാരാന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മ ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടല്ലേ കോടതി എന്നെ വെറുതെ വിട്ടതും. പ്ലീസ് അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. അച്ഛനോ ബബിതയോ കൃഷ്ണമോളോ ആരും തന്നെ എന്നോടിപ്പോൾ സംസാരിക്കുന്നില്ല. എല്ലാവരും എന്നോടിപ്പോൾ ഒരു അകൽച്ച കാണിക്കുക, എന്നെ വെറുക്കുക. അമ്മയും കൂടെ എന്നെ ഇങ്ങനെ വിഷമിക്കരുതെന്നൊക്കെ നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്. എന്നാലും വൈജയുടെ മനസ്സിലെ ആ ഒരു ദേഷ്യം ഒട്ടും തന്നെ കുറയുന്നില്ല. ഇത്രയും വലിയ നാണക്കേട് ഒപ്പിച്ച് വെച്ചിട്ട് നിനക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കാൻ തോന്നടാ? നിന്റെ 2 പെങ്ങന്മാരുടെ പ്രായമല്ലേ ഉള്ള ആ പെൺകുട്ടിക്ക്. ഹരി അങ്ങനെ ഒരു ചതി ചെയ്യാൻ പോകുകയെന്നുള്ളത് നിനക്ക് മനസ്സിലായ കാര്യമല്ലേ? ഹരി ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതും അങ്ങനെ ഒരു ചതിക്ക് അവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും നീ അത് എന്തേ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല? അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന പോലെയുള്ള പ്രവർത്തികളല്ലേ നിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായേ. അതുകൊണ്ട് നീ ഒരിക്കലും ന്യായീകരിക്കാൻ നോക്കരുത് രോഹിത്തെ. നിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഹരിയുടെ കൂടെ കൂടരുത്. അവൻ നിന്നെ ചതിയിൽ കൊണ്ടുപോയി ചാടിക്കും, അവൻ നിന്നെ ജയിലിൽ കയറ്റും എന്നൊക്കെ. അതൊന്നും നീ അനുസരിച്ചില്ല. പലപ്പോഴും ഹരിയുടെ കൂടെ കൂടിയിട്ടാ നീ ഓരോ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും നിനക്ക് മനസ്സിലായില്ലേ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന്. അവൻ നിന്നെയും കൂടെ കെണിയിൽ പെടുത്താനാണ് നോക്കിയത്. തലനാരഴിക്കാൻ നീ രക്ഷപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ വൈജ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ വൈജ സ്വയം നിയന്ത്രിക്കുകയാണ് കേട്ടോ. എഴുന്നേറ്റ് രോഹിത്തിൻ്റെ കരണം അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് നമ്മുടെ വൈജയുടെ മനസ്സിൽ. എന്നാലും അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് വൈജ ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. കൊക്കോ, എൻ്റെ മുമ്പിൽ നിൽക്കേണ്ട. നീ ഇനി ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വരണ്ട. നിന്നെ കാണുന്നതിന് എനിക്കിപ്പോൾ വെറുപ്പാ. എൻ്റെ വയറ്റിൽ തന്നെ നീ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്കിപ്പോൾ നാണക്കേട് തോന്നുക. ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാവരും ആ ഒരു കണ്ണോടെ എന്നെ കാണുന്നത്. എല്ലാ മാധ്യമങ്ങളിലും നിൻ്റെ ഫോട്ടോ അടക്കം അച്ചടിച്ച് വന്നത്. ആകെ മൊത്തം എന്തൊരു നാണക്കേടായിപ്പോയി. ഇനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കൂടാ? ഇനി അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? എല്ലാം നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഹിത്തിനോട് പിന്നെയും ദേഷ്യപ്പെടുകയാണ് വൈജ. അവസാനം രോഹിത്തിനെ ആട്ടി ഇറക്കി വിടും പോലെ തന്നെ റൂമിൽ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ വൈജ. വല്ലാത്തൊരു വിഷമത്തോടെ തന്നെ രോഹിത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും തന്നെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും സ്വന്തം അമ്മ കൂടെ നിൽക്കുമെന്നൊക്കെയുള്ളൊരു ധാരണ രോഹിത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്വന്തം അമ്മ പോലും തന്നെ ആട്ടി ഇറക്കി വിടുകയാണല്ലോ ചെയ്തതെന്ന് ഓർത്തിട്ട് രോഹിത്തിൻ്റെ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോളേജിലും പോകുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല, ഫ്രണ്ട്സിനെ വിളിയില്ല, ആരെയും ഒരു വിളിയും ആരുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലാതെ തന്നെ രോഹിത്ത് ഏതു നേരവും റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയും അലീന മാത്രമാണ് രോഹത്തിൻ്റെ ഏക ആശ്വാസം. അലീന മാത്രമാണ് ആ വീട്ടിൽ രോഹിത്തിനോട് ഇച്ചിരി സ്നേഹത്തോടെ സംസാരിക്കുകയും രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നെന്നുള്ളത് രോഹിത്ത് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അലീനയോടുള്ള ദേഷ്യവും പകയും എല്ലാം മറന്ന് പതിയെ അലീനയെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ രോഹിത്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ.